വലിയൊരു വിജയമാണ് NDAക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത്. ബീഹാറിൽ അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണ ചർച്ചകളൊക്കെ സജീവമായി തന്നെ നടക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തന്നെ തുടരും, അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ആരൊക്കെ ഉപമുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം മുന്നണി ഒന്നടങ്കം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് LJPയുടെ കാര്യം, അവർ കരുത്ത് തെളിയിച്ച ഒരു പശ്ചാത്തലത്തിൽ അവരെ കൂടി പരിഗണിക്കേണ്ടി വരില്ലേ? എങ്ങനെയാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്? പക്ഷേ ബീഹാറിനെ സംബന്ധിച്ച് ഒരുപക്ഷെ രാജ്യം തന്നെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കൊരു വിജയത്തിലേക്ക് തന്നെയാണ് ബീഹാറിൽ കാര്യങ്ങൾ എത്തി നിന്നത്. മാത്രമല്ല ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ BJP മാറി എന്നത് മാത്രമല്ല, ഒപ്പത്തിന് ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ നിതീഷ് കുമാറുമായി ഒരു ധാരണയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവകാശവാദം BJPക്ക് ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, BJP ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി മാറി എന്നത് മാത്രമല്ല, നിതീഷ് കുമാറിന് BJPക്ക് നന്നായിട്ടറിയാം അധികാരം ഏത് തരത്തിൽ സ്വന്തമാക്കാൻ കഴിയും, നിലനിർത്താൻ കഴിയും. ആ കക്ഷികളെ കൂടെ കൂട്ടി സ്വന്തമായി മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് ഭരണം മുന്നോട്ട് പോകാൻ കഴിയുന്ന നേതാവും അത്തരം നിലപാടുകൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ച് നിർണായകമായിരുന്നത്. ദേശീയ തലത്തിൽ BJPയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാവുകയാണ്, നിതീഷ് കുമാർ ഭരണ പിന്തുണ പിൻവലിക്കുമെന്നൊരു ആശങ്ക പോലും BJPക്ക് ഉണ്ടായിരുന്നു. കാരണം പ്രതിപക്ഷം അത്തരം ചില നീക്കങ്ങൾ നടത്തുന്നതായി വിവരങ്ങൾ നേരത്തെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ലഭിച്ചിരുന്നു, പ്രത്യേകിച്ച് BJPക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായി നേരത്തെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു അജണ്ട ഇട്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇനിയിപ്പോൾ നിതീഷ് കുമാറിന് കൂടുതൽ അവകാശവാദങ്ങളുണ്ട്. പക്ഷേ മുന്നണി മര്യാദയുടെ ഭാഗമായി നേരത്തെ തീരുമാനിച്ചത് പ്രകാരം തന്നെ നിതീഷ് കുമാറിലേക്ക് മുഖ്യമന്ത്രി പദം എത്തും. പക്ഷേ അത് പൂർണ്ണമായും 5 വർഷമാണോ എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. BJP ആണ് ഏത് തരത്തിലുള്ള നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ഒക്കെ ചെയ്യും. അത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടതാണ്. അതേസമയം തന്നെ ചിരാഗ് പാസ്വാൻ അതുപോലെ തന്നെ HAM അടക്കമുള്ള പാർട്ടികൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവരെ കൂടി പരിഗണിക്കേണ്ടി വരും. ഏതായാലും ചിരാഗിനെ എന്തായാലും ഒഴിവാക്കിക്കൊണ്ടൊരു നീക്കം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ നിന്ന് പ്രധാനപ്പെട്ട ആരെങ്കിലും, ഒരുപക്ഷെ കഴിഞ്ഞ തവണ 2 ഉപമുഖ്യമന്ത്രിമാരായിരുന്നെങ്കിൽ ഇത്തവണ അതിനെണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില നീക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതേസമയം മഹാസഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ആ തിരിച്ചടിയിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം പ്രതിപക്ഷ പാർട്ടിയിലെ സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ നിലപാടുകൾ പരിശോധിക്കേണ്ട സമയമായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയിൽ തന്നെയുള്ള ചില പാർട്ടികൾ ഉന്നയിക്കുന്നത്.